ഹായ് ഹലോ വീട്ടിൽ ചുമ്മാ എഴുന്നപ്പോഴായിട്ട് ആലോചിച്ചത് പുട്ടുണ്ടാക്കിയല്ലോ. പുട്ടൊരു വെറൈറ്റി പുട്ടാണ് കേട്ടോ, തേങ്ങയും പഴമൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ പുട്ട്. അതും തേങ്ങ നന്നായിട്ട് ചെരുക്കി എടുക്കണം കേട്ടോ. തേങ്ങ തിരുകുന്ന സാധനം ചെറുതായിട്ടൊന്ന് ഇളക്കിയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കൈ കൊണ്ട് തേങ്ങ തിരുകുന്നത്. അപ്പോൾ തേങ്ങയുടെ കൂട്ടത്തിൽ തന്നെ പഴവും കൂടെ അരിഞ്ഞിടണം. പഴം എന്നുള്ള ഏത്തപ്പഴം കേട്ടോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏത്തപ്പഴം എന്നാണ് പറയുന്നത്, വലിയ പഴം. അത് വന്നിട്ട് ചെറുതായിട്ട് അരിയണം. പക്ഷേ ഞാൻ അരിഞ്ഞ് വരുമ്പോൾ വലിയ വലിയ പീസുകളായി വരുന്നുണ്ട് കേട്ടോ. കാരണം അരിഞ്ഞ് വലിയ ശീലമൊന്നും ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അരിഞ്ഞ് വെച്ച പഴത്തിൻ്റെയും തേങ്ങയുടെയും കൂടെ നമ്മൾ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി തേങ്ങയ്ക്കകത്തും പഴത്തിനകത്തും മധുരം ഉണ്ട്. പിന്നെ എനിക്ക് കുറച്ച് പഞ്ചസാര ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാനിങ്ങനെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. 2 ടീസ്പൂൺ കേട്ടോ പഞ്ചസാര ഇട്ടത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര എല്ലാവരും കൂടെ ഒന്ന് പിടിക്കാനായിട്ടാണ്. പിന്നെ വീടെടുക്കുന്നത് മാത്രം കേട്ടോ ഞാൻ സ്പൂണിട്ട് ഇളക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കൈയിട്ട് മാത്രമേ ഇളക്കത്തുള്ളൂ. അപ്പോൾ ഇനി മാവ് കുഴയ്ക്കണം കേട്ടോ. മാവ് ഞാൻ ഓൾറെഡി നേരത്തെ കുറച്ച് ഭാഗം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമില്ലായിരുന്നു, നേരത്തെ ക്യാമറ ഓൺ അല്ലായിരുന്നു, ഞാൻ അറിഞ്ഞില്ലായിരുന്നു അത്. കുറ്റിയൊന്നും വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മാവ് അതിനെ തൊട്ട് പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുവാണ് കേട്ടോ. ആദ്യം നമ്മൾ നേരത്തെ നിറച്ച് വെച്ചിരുന്ന തേങ്ങയും പഴവും പഞ്ചസാരയുടെ മിക്സ് നമ്മൾ ആദ്യം കുറ്റിക്കായിട്ട് ഇടണം. പിന്നെ നമ്മൾ കുറച്ച് മാവ് ഇടണം, പിന്നെ വീണ്ടും ഈ മിക്സ് ഇടണം, പിന്നെ വീണ്ടും മാവ് നിറയ്ക്കണം കേട്ടോ. അങ്ങനെയാണ് കുറ്റി ഫുള്ളാക്കുന്നത് കേട്ടോ. നമ്മൾ ചിക്കൻ പുട്ടൊക്കെ വെക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇതും വെക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കുറ്റിയെടുത്ത് അടുപ്പത്തോട്ട് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ മൂടിയൊക്കെ വെച്ച് അടച്ചതിന് ശേഷം നമുക്കിനി ഇത് ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുട്ടിന് നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം വന്നിട്ടുണ്ട്, ആവശ്യം ഒരു 5-10 മിനിറ്റ്. അപ്പോൾ പുട്ടിൻ്റെ മൂടിയൊക്കെ തുറന്ന് കഴിഞ്ഞ് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ, പുട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.